നമസ്കാരം. കേരളത്തിൻ്റെ 64-ാം ജന്മദിനമായ ഇന്ന് ഈ കേരള പിറവി ദിനത്തിൽ നമ്മുടെ കൂട്ടുകാർ ചില കേരളീയ കലാരൂപങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലകളിൽ ഒന്നാണ് തെയ്യം. ആരാധനീ വേഷത്തിന് കീഴ്പ്പെടാത്ത ദ്രാവിഡ പഴമയാണ് തെയ്യങ്ങളെന്ന അഭിപ്രായമുണ്ട്. പഴയങ്ങാടി പുഴയ്ക്ക് വടക്കോട്ട് കളിയാട്ടമെന്നും പഴയങ്ങാടി മുതൽ വളപട്ടണം വരെ തെയ്യമെന്നും അല്പവ്യത്യാസങ്ങളോടെ തെയ്യം അറിയപ്പെടുന്നു. നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം. തെയ്യത്തിന്റെ നർത്തനം തെയ്യാട്ടമെന്നും തെയ്യത്തിന്റെ വേഷം തെയ്യക്കോലമെന്നും അറിയപ്പെടുന്നു. ദേവാരാധന നിറഞ്ഞ തെയ്യം കലയിൽ മന്ത്രപരമായ അനുഷ്ഠാനം, തന്ത്രപരമായ അനുഷ്ഠാനം, കർമ്മപരമായ അനുഷ്ഠാനം, വ്രതപരമായ അനുഷ്ഠാനം എന്നിവ ഇടകലർന്നു കാണുന്നു. പ്രധാനമായും അമ്മ ദൈവങ്ങളാണ് തെയ്യങ്ങൾ. കൂടാതെ വീരന്മാരെയും തെയ്യങ്ങളായി ആരാധിക്കുന്നു. ഏതാണ്ട് 500ഓളം തെയ്യങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും 120ഓളം തെയ്യങ്ങളാണ് സാധാരണമായിട്ടുള്ളത്. വൃക്ഷാരാധന, പർവ്വതാരാധന, അമ്മ ദൈവാരാധന, പ്രേതാരാധന, ശൈവ വൈഷ്ണവാരാധന എന്നിങ്ങനെ പല ആരാധനാ രീതികളുടെയും സമന്വയമാണ് തെയ്യം. ഓട്ടംതുള്ളൽ 18-ാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ ആവിഷ്കരിച്ച ജനകീയ കലാരൂപമാണ് ഓട്ടംതുള്ളൽ. സാധാരണക്കാരൻ്റെ കഥകളിയെന്നും ഓട്ടംതുള്ളൽ അറിയപ്പെടുന്നു. നർമ്മവും ആക്ഷേപഹാസ്യവും സാമൂഹിക വിശകലനവും എല്ലാം ചേർത്ത് ആകർഷകമായി രചിച്ച പാട്ടുകൾ ജനങ്ങൾക്ക് ആകർഷകമായ വിധം ചുടലനൃത്തവുമായി അവതരിപ്പിക്കുകയാണ് ഓട്ടംതുള്ളലിൽ. ലളിതമായ വേഷവും നാടോടി സ്വഭാവവുമുള്ള അംഗചലനങ്ങളുമാണ് തുള്ളലിന്. മിക്കപ്പോഴും ക്ഷേത്രത്തിന് പുറത്താണ് ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചു വരുന്നത്. ചാക്യാർകൂത്തിന് പകരമായാണ് ഓട്ടംതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ചത്. ഇന്നത്തെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയ്ക്കും മുൻവിധിക്കും എതിരായ ഒരു പ്രതിഷേധമായിരുന്നു ഓട്ടംതുള്ളൽ. നിറപ്പകിട്ടാർന്ന വേഷം അണിഞ്ഞ ഒരു കലാകാരൻ ഒറ്റയ്ക്ക് തുള്ളൽ പാട്ടുപാടി നൃത്തം ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്യുന്നു. ഓട്ടംതുള്ളലിലെ വേഷക്രമത്തിന് കഥകളിയുടേതുപോലെ സാമ്യമുണ്ട് എന്നും പറയാം. ഗണപതി താളം, ചമ്പതാളം, ചെമ്പടതാളം തുടങ്ങിയ താളങ്ങളും തുള്ളലിൽ ഉപയോഗിച്ചു വരുന്നു. താളങ്ങളിൽ, വേഷങ്ങളിൽ എന്നിങ്ങനെ എല്ലാറ്റിനും കേരളീയമായ നാടൻ കലകളുടെ ചാരുത ദർശിക്കുവാൻ ഓട്ടംതുള്ളലിൽ നമുക്ക് കഴിയും. കേരളീയ കലകളിൽ എക്കാലവും വളരെയേറെ പ്രാധാന്യപ്പെട്ട ഒന്നാണ് ഓട്ടംതുള്ളൽ. കേരളത്തിലെ ഇസ്ലാം മത വിശ്വാസികളുടെ ഇടയിൽ പ്രചാരമുള്ള ഒരു കലാരൂപമാണ് ദഫ്മുട്ട്. ദഫ് എന്നത് ഒരു പേർഷ്യൻ പദമാണ്. മരത്തിന്റെ കുറ്റി കുഴിച്ചുണ്ടാക്കി അതിന്റെ ഒരു വശത്ത് കാളത്തോൽ വലിച്ചു കെട്ടി വൃത്താകൃതിയിലാണ് ദഫ് മുട്ട് നിർമ്മിക്കുന്നത്. ഇതിന് ഏതാണ്ട് 2 അടി വ്യാസവും 4-5 ഇഞ്ച് ഉയരവും ഉണ്ടായിരിക്കും. പാശ്ചാത്യ രാജ്യങ്ങളിൽ ആഘോഷവേളകളിലും ഗാന ആലോപനത്തോടൊപ്പം ദഫ് മുട്ടി ചുവട് വയ്ക്കുന്ന പതിവുണ്ടായിരുന്നു. കേരളത്തിൽ ഇസ്ലാം മതത്തിന്റെ പ്രചരണത്തിനു മുമ്പ് തന്നെ റോമക്കാരുടെ ആരാധനാലയങ്ങളിൽ ഈ കല പതിവുണ്ടായിരുന്നു. അറബി ബൈത്തുകളോ അറബി മലയാള സാഹിത്യത്തിലെ ഗാനങ്ങളോ ആലപിച്ചുകൊണ്ട് 10 പേരിൽ കുറയാത്ത സംഘങ്ങളായി താള പെരുക്കങ്ങൾ തീർത്ത് ഉയർന്നും താഴ്ന്നും ചെരിഞ്ഞും ചുവടുകൾ വെച്ചാണ് ഇത് അവതരിപ്പിക്കുന്നത്. സലാത്ത് അഥവാ പ്രാർത്ഥനയോടെയാണ് ഇത് ആരംഭിക്കുന്നത്. പതിഞ്ഞ ശബ്ദത്തോടെ ആരംഭിച്ച് മേളം 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം എന്നിങ്ങനെ വളരുന്നു. ഈ കലാരൂപം അനുഷ്ഠാന കർമ്മങ്ങളായ നേർച്ചകളിലും കുത്തുബകളിലും തുടങ്ങിയവയുടെ ഭാഗമാണ്. വിവാഹം പോലുള്ള ആഘോഷവേളകളിലും അവതരിപ്പിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ എത്തിയപ്പോൾ അൻസാറുകൾ ദഫ് മുട്ടിയായിരുന്നു വരവേറ്റത് എന്ന് ചരിത്രം പറയുന്നു. കേരളത്തിലെ മലബാർ പ്രദേശത്തിലെ ഒരു പ്രധാന കലയാണ് ദഫ് മുട്ട്. മുസ്ലിം പള്ളികളിൽ നടക്കുന്ന ഉറൂസ്, നബിദിന പരിപാടികൾ എന്നിങ്ങനെയുള്ള പരിപാടികളിലാണ് ദഫ് മുട്ട് പ്രധാനമായി കളിക്കുന്നത്. ഇസ്ലാം മതത്തോടനുബന്ധിച്ചുള്ള ഗാനങ്ങളിൽ കളിക്കുന്ന ഈ കളി മുസ്ലിങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്.
കേരളത്തിലെ മാർത്തോമ നസ്രാണികൾ പാരമ്പര്യമായി അവതരിച്ചിരുന്ന ഒരു സംഘനൃത്തമാണ് മാർഗംകളി. കേരളത്തിലെ സുറിയാനി ക്രൈസ്തവ അനുഷ്ഠാന കലാരൂപങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു നൃത്തരൂപമാണ് മാർഗംകളി. AD 52 കേരളം സന്ദർശിച്ച തോമ ശ്ലീഹായുടെ ചിത്രമാണ് ഈ നൃത്തരൂപത്തിൻ്റെ ഇതിവൃത്തം. ഇതിനുപയോഗിക്കുന്ന ഗാനവിഭാഗത്തിനെ മാർഗംകളിപ്പാട്ട് എന്ന് പറയുന്നു. അടുത്ത കാലം വരെ പുരുഷന്മാർ മാത്രമാണ് മാർഗംകളി കളിച്ചിരുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ആഘോഷമാണ് തിരുവാതിര. നക്ഷത്രത്തിലാണ് ഈ ആഘോഷം. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഈ നക്ഷത്രം പരമശിവന്റെ പിറന്നാളായതുകൊണ്ടാണ് അന്ന് തിരുവാതിര ആഘോഷം നടത്തുന്നത്. ഡിസംബർ 15-നും ജനുവരി 15-നും ഇടയ്ക്കായിട്ടാണ് തിരുവാതിര വരുന്നത്. മംഗല്യവതികളായ സ്ത്രീകൾ നെടുമാംഗല്യത്തിനു വേണ്ടിയും കന്യമാർ വിവാഹം വേഗം നടക്കാൻ വേണ്ടിയും തിരുവാതിര വ്രതം എടുക്കുന്നു. സൂര്യോദയത്തിന് മുമ്പ് കുളത്തിൽ പോയി തിരുവാതിര പാട്ട് പാടി തുടിച്ച് കുളിക്കൽ, നോമ്പ് നോയ്ക്കൽ, തിരുവാതിരക്കളി, ഉറക്കമൊഴിച്ച് എട്ടങ്ങാടി വെച്ച് കഴിക്കൽ, പാതിരാപ്പൂ ചൂടൽ എന്നിവയൊക്കെയാണ് തിരുവാതിര ആഘോഷത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ. പണ്ടൊക്കെ ഒരു ഗ്രാമത്തിലെ സ്ത്രീകൾ മുഴുവൻ ഏതെങ്കിലും ഒരു തറവാട്ടുമുറ്റത്ത് ഒത്തുചേർന്നിട്ടായിരുന്നു തിരുവാതിര ആഘോഷിക്കുന്നത്. ഇന്നത്തെ തിരക്കു പിടിച്ച ജീവിതത്തിൽ ആഘോഷം ചുരുക്കം ചില കുടുംബങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നു. പരമശിവനും ശ്രീ പാർവതിയും തമ്മിൽ വിവാഹം നടന്ന തിരുനാൾ ആണ് ധനുമാസത്തിലെ തിരുവാതിര എന്നും ഐതിഹ്യം ഉണ്ട്. കഥകളി, കേരളത്തിന്റെ സ്വന്തം കഥകളി. കേരളത്തിന്റെ തനതായ ദൃശ്യ കലാരൂപമാണ് കഥകളി. രാമനാട്ടം എന്ന കല പരിഷ്കരിച്ചാണ് കഥകളി ഉണ്ടായത്. കഥകളിയിലെ വേഷങ്ങൾ പ്രധാനമായും പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിവയാണ്. ശാസ്ത്രകളി, ചാക്യാർകൂത്ത്, കൂടിയാട്ടം, കൃഷ്ണനാട്ടം, അഷ്ടപതിയാട്ടം, ദിസിയാട്ടം, തെയ്യം, തിറയാട്ടം, പടയണി തുടങ്ങിയ ക്ലാസിക്കൽ നാടൻ കലാരൂപങ്ങളുടെ അംശങ്ങൾ കഥകളിയിൽ ദൃശ്യമാണ്. 17-18 നൂറ്റാണ്ടുകളിലായി വികസിതമായ ഈ കലാരൂപം വരേണ്യ വിഭാഗങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നുവെങ്കിലും 20-ാം നൂറ്റാണ്ടിൽ മഹാകവി വള്ളത്തോൾ അടക്കമുള്ളവരുടെ ശ്രമഫലത്താൽ ഇന്ന് ലോകമെമ്പാടും പ്രസക്തമാണ്. 17 നൂറ്റാണ്ടിലാണ് കഥകൾ ഉത്ഭവിച്ചത്. കഥകളിയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. രാമനാട്ടകർത്താവായ കൊട്ടാരക്കര തമ്പുരാനാണ് ആട്ടക്കഥാ സാഹിത്യത്തിന്റെ ഉപജ്ഞാതാവായി കണക്കാക്കുന്നത്. ഗീതാ ഗോവിന്ദ അഭിനയത്തിന്റെ പ്രേരണയിൽ നിന്നും ഉടലെടുത്ത ഒരു വിനോദമാണ് കൃഷ്ണനാട്ടം. അന്ന് വടക്കൻ ദിക്കുകളിൽ പ്രചാരത്തിലിരുന്ന അഷ്ടപതി ആട്ടത്തിന്റെയും അതിന്റെ ചുവട് പിടിച്ച് സൃഷ്ടിക്കപ്പെട്ട കൃഷ്ണനാട്ടത്തിന്റെയും രീതിയിലാണ് തമ്പുരാൻ രാമനാട്ടം രചിച്ചത്. 1585-നും 1605-നും ഇടയിലാണ് രാമനാട്ടം രചിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. കൊട്ടാരക്കര തമ്പുരാൻ 8 ദിവസത്തെ കഥയാക്കി വിഭജിച്ച് നിർമ്മിച്ച രാമനാട്ടമാണ് പിൽക്കാലത്തു കഥകളിയായി പരിണമിച്ചത്. രാമായണ കഥയെ 9 ഭാഗങ്ങളാക്കി ഭാഗിച്ച് 8 ദിവസം കൊണ്ടായിരുന്നു ആദ്യകാല അവതരണം. കഥകളിയിൽ പ്രധാനമായും 6 തരത്തിലുള്ള വേഷങ്ങളാണുള്ളത്. കഥാപാത്രങ്ങളുടെ ആന്തരിക സ്വഭാവത്തിനനുസരിച്ചാണ് വിവിധ വേഷങ്ങൾ നൽകുന്നത്. ഇവരുടെ ചമയത്തിലുള്ള നിറക്കൂട്ടുകളും വേഷവിധാനങ്ങളും ഈ വേഷങ്ങൾ അനുസരിച്ച് വ്യത്യസ്തമാണ്. കഥകളിയിൽ പലതരത്തിലുള്ള വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രാധാന്യം മൃദംഗം, ചെണ്ട, ഇടയ്ക്ക എന്നിവയാണ്. കാലകീയ വധം, കല്യാണ സൗഗന്ധികം, കീചകവധം, ദക്ഷയാഗം, രാവണ വിജയം, ബാലീവധം, ഉത്തരാ സ്വയംവരം, രുക്മിണി സ്വയംവരം, പൂതന മോക്ഷം, ശ്രീരാമ പട്ടാഭിഷേകം, കർണശപഥം എന്നിവയാണ് പ്രധാന ആട്ടക്കഥകൾ. ഗുരു കുഞ്ചുകുറുപ്പ്, കലാമണ്ഡലം ബാലകൃഷ്ണൻ നായർ, ഹരിപ്പാട്ട് രാമകൃഷ്ണ പിള്ള, ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, ഗുരു കേളു നായർ,
പള്ളിപ്പുറം ഗോപാലൻ നായർ, കലാമണ്ഡലം ഗോപി, ചവറ പാറുക്കുട്ടി എന്നിവരാണ് ലോകമറിയപ്പെട്ട കഥകളി കലാകാരന്മാർ. എത്ര വർണ്ണിച്ചാലും തീരുന്നതല്ല കഥകളിയും കഥകളിയുടെ മഹത്വവും. സ്വർണനാരായം മിനുക്കിയൊരുക്കി ഇരയും മൺതമ്പി വരും ഭാവയാമി രഘു